നമസ്കാരം. ഒരു വ്യത്യസ്തമായ ഒരു കറിയാണ് വെക്കുന്നത്. മമ്പയർ മുളച്ചത് കൊണ്ടാണ്. അതിൽ തന്നെ നമുക്ക് വാഴയുടെ കാമ്പ്, ഉണ്ണിക്കാമ്പ് എന്ന് പറയുന്ന കാമ്പ്, ഇതിൽ നമുക്ക് കപ്പക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് ഒരു ചെറുതായിട്ടുള്ളൊരു കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ ഇത് കുക്കറിലേക്ക് മാറ്റാം. അല്പം വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പയറിന് കുറച്ച് വേവ് ജാസ്തി ആയിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ജാസ്തി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തയ്യാറാക്കാം. നമ്മുടെ മമ്പയറിൽ കറിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള അല്പം തേങ്ങ മിക്സിയിലിട്ട് ഒതുക്കുകയാണ്. അതിൽ തേങ്ങ, ഒരു നെല്ലിക്ക, ചെറിയൊരു പച്ചമുളക്, ഒരു പച്ച കുരുമുളക് അഥവാ പെപ്പറും കൂടി മിക്സിയിലിട്ട് അടിച്ച തേങ്ങയാണിത്. പിന്നെ കറിവേപ്പിലയില്ല, അപ്പോൾ അത് അല്പം ഒരു ഷോന് നമുക്ക് മധുരച്ചീര കിട്ടിയിട്ടുണ്ട്, കുറച്ച് അതും കൂടി ഇതിൽ ഉപയോഗിക്കാം. അപ്പം ഇലയുടെ ഉപയോഗം കൂടി നമുക്ക് ഇതിലൂടെ കിട്ടുമല്ലോ. ഒന്ന് നോക്കാം. നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചട്ടി വെച്ച് അത് ഒന്ന് ചൂടായി വന്ന സമയത്ത് കുക്കറിന് വേവിച്ചത് അതിലേക്ക് ഇട്ടതിന് ശേഷം അല്പം തേങ്ങയും ഇട്ട്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നീടാണ് ചേർത്തത്. ഇപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി തയ്യാറായിട്ടുണ്ട്. കുക്കറിൽ വേവിക്കുമ്പോൾ സമയത്ത് ഒരു ഇൻഗ്രീഡിയൻസ് അതിൽ ഉപയോഗിച്ചിട്ടില്ല. ഉപ്പിട്ടിട്ടില്ല, മഞ്ഞളിട്ടിട്ടില്ല, ഒന്നും ഇട്ടില്ല. ജസ്റ്റ് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് മാത്രമേ കുക്കറിൽ വേവിച്ചിട്ടുള്ളൂ. വേവ് ജാസ്തി ആയതുകൊണ്ട് മാത്രമാണ് കുക്കറിൽ വേവിച്ചത്. അപ്പം ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ പിന്നീട് ചേർക്കുന്നത്. അപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. വറവിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ അല്ല പ്രത്യേക വറവുകളോ ഒന്നും ഇട്ടിട്ടില്ല. തേങ്ങ ഇട്ടത് കൊണ്ട് തന്നെ അല്പം ടേസ്റ്റ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മില്ലറ്റും കൂടിയുണ്ട്. മില്ലറ്റിൻ്റെ ഉപ്മാ, അതും കൂട്ടി നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ്. മമ്പയർ മാത്രം കഴിക്കാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ടാണ് കറിയായിട്ട് വെച്ചത്. അപ്പം മുളപ്പിച്ചതായതുകൊണ്ട് സിമ്പിളായിട്ട് കഴിക്കുകയും ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ് ഇത്.